നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ചില പ്രധാന പരീക്ഷകൾ മാറ്റിവെച്ചു. അതിനെക്കുറിച്ചുള്ള വിശദമായ അറിയിപ്പാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ കേരള PSC നമ്മളെ ഒരിക്കൽ കൂടി പറ്റിച്ചു. കോവിഡ് വ്യാപനം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കോവിഡ് നല്ല രീതിയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ PSC പരീക്ഷകൾ മാറ്റപ്പെടുമോ എന്നൊരു ആശങ്ക ഉദ്യോഗാർത്ഥികൾക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. പരീക്ഷകളും നിയമനങ്ങളുമെല്ലാം കോവിഡ് മാറ്റിമറിച്ചു. സാധാരണ നടക്കുന്നതിനേക്കാൾ എണ്ണം കുറഞ്ഞ രീതിയിലായിരുന്നു പരീക്ഷകളൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. നിയമനങ്ങളുടെ അവസ്ഥയും അതുതന്നെയാണ്. ഒരു 10th പ്രിലിംസ് തുടങ്ങി വെച്ച് ഏതാണ്ട് 2 വർഷത്തോളമാകുന്നു. ഇപ്പോൾ അതിൻ്റെ പരീക്ഷ കഴിഞ്ഞ്, മെയിൻ പരീക്ഷയും കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് PSC നമ്മളെ ഞെട്ടിച്ചതെന്ന് വെച്ചാൽ, പരീക്ഷകൾ മാറ്റുമോ എന്നുള്ള ഉത്കണ്ഠ ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ നിലനിന്നിരുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ആശങ്കയ്ക്കകം PSC പരീക്ഷകൾ കാര്യമായി മാറ്റുന്നില്ല. അതിനിടെ കോവിഡ് വ്യാപനം വല്ലാതെ വർദ്ധിച്ചതിനാൽ, അല്ലെങ്കിൽ കോവിഡ് വല്ലാതെ രീതിയിൽ വ്യാപിച്ചതിനാൽ കേരള ഗവൺമെൻറ് ഞായറാഴ്ച ലോക്ക്ഡൗൺ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അതിനെ തുടർന്ന് ഒരു 2-3 പരീക്ഷകൾ PSC മാറ്റിവെച്ചു. അതോടുകൂടി മറ്റു പരീക്ഷകൾ മാറ്റമില്ല എന്നുള്ള ഒരു ചിന്താഗതി ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ വന്നു. ഈ തിങ്കളാഴ്ച ഇറങ്ങിയ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളെല്ലാം പരീക്ഷ മാറ്റിവെച്ചേക്കില്ല എന്ന രീതിയിലുള്ള അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തു തന്നെയായാലും PSC പ്രധാനപ്പെട്ട പരീക്ഷകൾ, ഏതാണ്ട് 4 ആഴ്ചയോളം നീളുന്ന പരീക്ഷകളിലെല്ലാം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് PSCയുടെ അറിയിപ്പ് നമുക്കൊന്ന് നോക്കാം. പരീക്ഷകളും അഭിമുഖങ്ങളും പ്രമാണ പരിശോധനകളും മാറ്റിവെച്ചു. കോവിഡ് തീവ്രവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 18 വരെ നിശ്ചയിച്ച എല്ലാ അഭിമുഖങ്ങളും ഫെബ്രുവരി 14 വരെ നിശ്ചയിച്ച എല്ലാ പ്രമാണ പരിശോധനകളും സർവീസ് വെരിഫിക്കേഷനും ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 19 വരെ നിശ്ചയിച്ച പരീക്ഷകളും മാറ്റിവെക്കാൻ PSC തീരുമാനിച്ചു. എന്നാൽ ഫെബ്രുവരി 4 മാറ്റിവെച്ച കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയുടെ പരീക്ഷ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുന്നതാണ്. വകുപ്പ് തല പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് നൽകുന്നതും ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. സർട്ടിഫിക്കറ്റ് അത്യാവശ്യമുള്ളവർ നിയമനാധികാരിയുടെ ശുപാർശ കത്ത് സഹിതം തപാൽ വഴിയോ ഇമെയിലോ അപേക്ഷിക്കുകയാണെങ്കിൽ ആവശ്യമായ മുൻഗണന നൽകി തപാൽ വഴി അയച്ചു കൊടുക്കുന്നതാണ് PRO കേരള PSC. അപ്പോൾ പരീക്ഷകളും അഭിമുഖങ്ങളും പ്രമാണ പരിശോധനകളും ഒക്കെ മാറ്റിവെച്ചേക്കണു. 18 വരെ, ഫെബ്രുവരി 18 വരെ നിശ്ചയിച്ച എല്ലാ അഭിമുഖങ്ങളും, 14 വരെ നിശ്ചയിച്ച പ്രമാണ പരിശോധനകളും, 19 വരെ നിശ്ചയിച്ച പരീക്ഷകളുമാണ് PSC മാറ്റിവെച്ചത്. ഇനി നമുക്ക് ഇതിൽ ഏതൊക്കെ പരീക്ഷകളാണ് മാറ്റപ്പെട്ടത് എന്നൊന്ന് നോക്കാം. PSC മാറ്റിവെച്ചതിൽ +2 പ്രിലിംസിൻ്റെ ചില പ്രധാനപ്പെട്ട തസ്തികകളും ഉൾപ്പെടുന്നു. അപ്പോൾ ഫെബ്രുവരി 1 ഓപ്പറേറ്റർ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് പരീക്ഷ, അതായത് കാറ്റഗറി നമ്പർ 148/2019 മാറ്റിവെച്ചിരിക്കുന്നു. ഇതിനുശേഷം ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് 2/2/2022 നിശ്ചയിച്ച 75/2021 പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നു. ഓപ്പറേറ്റർ ഗ്രേഡ് 3 പരീക്ഷ 241/2020 അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള 3/2/2022 തീരുമാനിച്ചതാണ്, അത് മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഓപ്പറേറ്റർ ഗ്രേഡ് 3 242/2020 3/2/2022 തന്നെ തീരുമാനിച്ച പരീക്ഷ, 4/2/2022 തീരുമാനിച്ചിരുന്ന വെൽഫെയർ ഓർഗനൈസർ കേരള എക്സ് സർവീസ്മെൻ ഓൺലി സൈനിക വെൽഫെയർ വകുപ്പിലേക്കുള്ള 97/2019 കാറ്റഗറി നമ്പർ ആയിട്ടുള്ള പരീക്ഷ മാറ്റിവെച്ചു. 4/2/2022 കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തികയുടെ പരീക്ഷ ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല. അത് മുമ്പൊരിക്കൽ മാറ്റിവെച്ചതായതുകൊണ്ട് അതുപോലെ തന്നെ നടക്കും എന്ന രീതിയിലാണ് അറിയിച്ചിട്ടുള്ളത്. ഇതൊഴിച്ച് ബാക്കിയുള്ള പരീക്ഷകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൂടാതെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം
കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കോളേജസ് 7/2/2022 നടത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്. 16/2020 ആ പരീക്ഷ മാറ്റിവെച്ചു. ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ് മലയാളം മീഡിയം 8/2/2022 തീരുമാനിച്ചതാണ്. 369/2019 മാറ്റിവെച്ചു. ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ് 370/2019 8/2/2022 തീരുമാനിച്ചതാണ്. അതുകൂടാതെ ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ് 371/2019 അതും 8/2/2022 തീരുമാനിച്ചാണ്. അതേ ദിവസം തന്നെ തീരുമാനിച്ച ഹൈസ്കൂൾ അസിസ്റ്റന്റ് മാത്തമാറ്റിക്സ് 372/2019 ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് 383/2020 പരീക്ഷകളും ഇതോടൊപ്പം മാറ്റിവെച്ചിട്ടുണ്ട്. ഈ പരീക്ഷകളെ കൂടാതെ 9/2/2022 തീരുമാനിച്ചിരുന്ന പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് സംസ്കൃത് 365/2018 അതേ ദിവസം തന്നെ തീരുമാനിച്ച പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് സാൻസ്ക്രിറ്റ് 366/2018 ഹൈസ്കൂൾ അസിസ്റ്റന്റ് സാൻസ്ക്രിറ്റ് 373/2019 ഹൈസ്കൂൾ അസിസ്റ്റന്റ് സാൻസ്ക്രിറ്റ് 374/2019 ഇത്രയും പരീക്ഷകൾ 9/2/2022 തീരുമാനിച്ചതാണ്. ഇതെല്ലാം മാറ്റിവെച്ചു. ഇതുകൂടാതെ ഹൈസ്കൂൾ അസിസ്റ്റന്റ് സോഷ്യൽ സയൻസ് 417/2019 ഇത് 10/2/2022 തീരുമാനിച്ചതാണ്. പിന്നെ 11/2/2022 തീരുമാനിച്ച ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ 524/2019 11/2/2022 തീരുമാനിച്ച ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ 390/2020 പരീക്ഷയും 12/2/2022 തീരുമാനിച്ച പ്ലസ് 2 ലെവൽ മെയിൻ പരീക്ഷ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയും അത് മാറ്റിവെച്ചിട്ട് പ്ലസ് 2 ലെവൽ മെയിൻ പരീക്ഷയാണ് 12/2/2022 തീരുമാനിച്ചാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 13/2/2022 തീരുമാനിച്ച പ്ലസ് 2 ലെവൽ മെയിൻ പരീക്ഷ ഫയർമാൻ ഫയർവുമൺ ട്രെയിനി പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു. ആയുർവേദ തെറാപ്പിസ്റ്റ് പരീക്ഷ 14/2/2022 നടത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്. 256/2021 15/2/2022 നടത്തുമെന്ന് അറിയിച്ച ഹൈസ്കൂൾ അസിസ്റ്റന്റ് സോഷ്യൽ സയൻസ് മലയാളം മീഡിയം 448/2019 ഇതുകൂടാതെ 15/2/2022 തീരുമാനിച്ച ഹൈസ്കൂൾ അസിസ്റ്റന്റ് സോഷ്യൽ സയൻസ് തന്നെ 449/2019 ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് 203/2021 15/2 തീരുമാനിച്ചത്. ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് 327/2021 15/2 തന്നെ തീരുമാനിച്ച് ഇത്രയും പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. 18-ാം തീയതി തീരുമാനിച്ച പ്ലസ് 2 ലെവൽ മെയിൻ പരീക്ഷകളും അതോടൊപ്പം തന്നെ 19/2/2022 തീരുമാനിച്ച പ്ലസ് 2 ലെവൽ പരീക്ഷകളും ഇതോടൊപ്പം തന്നെ മാറ്റിയിട്ടുണ്ട്. ഫെബ്രുവരി 21 മുതലുള്ള പ്ലസ് 2 ലെവൽ മെയിൻ പരീക്ഷകളും മാറ്റിയിട്ടില്ല. അതിന്റെ ഇടയിലുള്ള 24/2/2022 അഗ്രികൾച്ചർ ഓഫീസർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ 475/2020 പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. ഇത്രയും പരീക്ഷയാണ് പ്രധാനമായും മാറ്റിയിരിക്കുന്നത്. ഫെബ്രുവരി 19 വരെയുള്ള പരീക്ഷ അതിൽ പോലീസ് കോൺസ്റ്റബിൾ ഫയർമാൻ ഫയർവുമൺ ട്രെയിനി പരീക്ഷകളൊക്കെ ഉൾപ്പെടുന്നത് പ്ലസ് 2 ലെവൽ മെയിൻസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൂടാതെ 4-ാം തീയതി നടത്തുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ പരീക്ഷ മാറ്റിയിട്ടില്ല. അതുകൂടാതെ 24-ാം തീയതി തീരുമാനിച്ചിരുന്ന അഗ്രികൾച്ചർ ഓഫീസർ പരീക്ഷ മാറ്റിവെച്ചു. ഇത്രയും പരീക്ഷകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് PSCയുടെ വെബ്സൈറ്റിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.